ക്ലൗൺ ആ നാളെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാന്തരീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മൂന്നാം അധ്യായം 24 നീക്കണ്ടേ? അതെ സാർ. ശരി. ഏകാദശസ്കന്ധം അധ്യായം 3 24 ശ്ലോകം. ശൗചം തപസ്തിതിക്ഷാം ച മൗനം സ്വാധ്യായമാർജവം ബ്രഹ്മചര്യമഹിംസാം ച സമത്വം ബന്ധുസജ്ഞയോഃ. മുൻ ശ്ലോകങ്ങളില് യദുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് മായയെ എങ്ങനെ തരണം ചെയ്യണം എന്നും പ്രബുദ്ധൻ എന്ന ഒരു നവയോഗികളില് ഋഷി അതിന് മറുപടി വിവരിച്ചു തരുവേ ഗുരുവിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് കഴിഞ്ഞ ഇതിൽ സൂചിപ്പിച്ചു വെച്ചത്. അതുകൊണ്ട് ഗുരുവിനെ പ്രാപിച്ച് ഉത്തമമായ ശ്രേയസ് നേടാൻ ശ്രമിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഗുരു സാന്നിധ്യം കൊണ്ട് നേടേണ്ടത് എന്ന് ആദ്യം മുതൽ മനസ്സിന്റെ അടക്കമാണ് വേണ്ടത്. സജ്ജനങ്ങളോട് ചേർച്ചയുണ്ടാകണം, എല്ലാ പ്രാണികളോടും കാരുണ്യം കാണിക്കണം, മൈത്രി വേണം, എന്നിങ്ങനെ കുറെ ഇതൊക്കെയാണ് അഭ്യസിക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയും കൂടി ഇനി അഭ്യസിക്കണം. എന്തൊക്കെയാണ് ഗുരുവിൽ നിന്നും പഠിക്കേണ്ടത്? ശൗചം. ശൗചം എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കൽ എന്നാണ്, ശുചി ആണ്. രണ്ടു തരത്തിലാണ് ശൗചം. ഒന്ന് ശരീരത്തിനും ഒന്ന് മനസ്സിനും. ശരീരത്തിന്റെ മാലിന്യങ്ങളെ വെള്ളം കൊണ്ട് കഴുകിക്കളയാം. വെള്ളത്തോടൊപ്പം എന്താണ്, അന്നൊക്കെ മണ്ണാണ്, ഇന്ന് സോപ്പും ബാക്കി എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ശരീരം ശുചിയാക്കാം. മനസ്സ് ശുചിയാക്കണം. അതിലെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നിങ്ങനെയുള്ള മാലിന്യങ്ങൾ മനസ്സിൽ കടന്നുകൂടുമ്പോൾ അവയെ ആന്തര ശൗചം കൊണ്ട്, ഈശ്വര വിചിന്തനം കൊണ്ട് അവയെ ഇല്ലാതാക്കണം. ഈ രണ്ട് പ്രവൃത്തിയാണ് ശൗചം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് തപസ്സാണ്. തപസ് അവരവരുടെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കലാണ് തപസ്. നമ്മൾ തപസ്സിന് ഇഷ്ടംപോലെ വ്യാഖ്യാനങ്ങളും ഇഷ്ടംപോലെ വിവരണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ തപസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അവരവരുടെ സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിഷ്ണാതനായിരിക്കുക. ആ നിഷ്ണാതത്വത്തിനാണ് തപസ് എന്ന് പേര് പറയാം. എല്ലാവരും അവരവരുടെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിൽ നിഷ്ണാതരായിരിക്കണം. പിന്നുള്ള തിതിക്ഷയാണ്. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, അതുപോലെ ലാഭം, അലാഭം എന്നിങ്ങനെയുള്ള ദ്വന്ദ്വങ്ങൾ രണ്ടും ഒരുപോലെ സഹിക്കാനുള്ള കരുത്ത് ഉണ്ടാക്കിയെടുക്കുക. സുഖം വന്നാലും ദുഃഖം വന്നാലും, മഞ്ഞ് വന്നാലും വെയിൽ വന്നാലും, മഴ വന്നാലും ചൂട് വന്നാലും, ഇങ്ങനെ ഈ ശീതോഷ്ണങ്ങളെ സഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് തിതിക്ഷ. പിന്നെ മൗനം. മൗനം മിണ്ടാതിരിക്കലല്ല, ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വ്യർത്ഥമായിട്ട് അനാവശ്യമായി സംസാരിച്ചുകൊണ്ട് ഇരിക്കുക, അത് ഒഴിവാക്കുന്നതിന്റെ പേരാണ് മൗനം എന്ന്.
മുനിയുടെ അവസ്ഥ എന്നേ ഉള്ളൂ മൗനം എന്ന വാക്കിന്റെ അർത്ഥം. മുനിമാരെ പലപ്പോഴൊക്കെ ഉണ്ടായിരുന്നേക്കാം എന്നുള്ളതല്ലാണ്ട് അത് അവരുടെ ഒരു ദിനചര്യയുടെ ഭാഗം അല്ല. അതുകൊണ്ട് അനാവശ്യമായ സംഭാഷണം ഒഴിവാക്കലാണ് മൗനം. സ്വാധ്യായം ആർജവം. അവനവന് പഠിക്കേണ്ട ഭാഗങ്ങൾ പഠിക്കുക, അതാണ് സ്വാധ്യായം. വേദമെങ്കിൽ വേദം, ശാസ്ത്രമെങ്കിൽ ശാസ്ത്രം, പുരാണമെങ്കിൽ പുരാണം. ഇങ്ങനെ അവരവർക്ക് വിധിച്ചിരിക്കുന്ന അവരവരുടെ കഴിവും ശേഷിയും താല്പര്യവും അനുസരിച്ച് എന്തൊക്കെയാണോ അറിയേണ്ടത് അത് അധ്യയനം ചെയ്യലാണ് സ്വാധ്യായം. സ്വാധ്യായം ആർജവം. ആർജവം ഋജുബുദ്ധി ആണ്. കാപട്യമില്ലാതിരിക്കലാണ് ആർജവം. കള്ളത്തരം കാണിക്കാതിരിക്കുക. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും കാപട്യം കാണിക്കാതിരിക്കുന്നതിന്റെ പേരാണ് ആർജവം എന്ന്. ശൗചം, തപസ്, തിദിക്ഷ, മൗനം, സ്വാധ്യായം, ആർജവം. അതേപോലെ ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്നുള്ളത് പഠിപ്പിന്റെ കാലത്ത് മാത്രം അനുഷ്ഠിക്കുന്ന വ്രതമല്ല, ജീവിതകാലം മുഴുവൻ അനുഷ്ഠിക്കേണ്ട വ്രതമാണ്. ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. എപ്പോഴും ഭാര്യയുമായുള്ള സഹശയനം അല്ല ഉദ്ദേശിക്കുക. ഋതുകാലത്തിൽ സന്താനലബ്ധിക്ക് വേണ്ടി മാത്രമാണ് ഗാർഹസ്ഥ്യത്തിൽ ഭാര്യയുടെ കൂടെ കിടന്ന് ശീലിക്കേണ്ടത്. അല്ലാത്ത സമയത്ത് അവരവരുടെ കൃത്യങ്ങൾ നിർവഹിച്ചിരിക്കുന്നതിന് പേരാണ് ബ്രഹ്മചര്യം എന്ന്. അഹിംസ. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഒരു പ്രാണികളെയും ദ്രോഹിക്കാതിരിക്കും. കൊല്ലൽ മാത്രമല്ല, മനസ്സുകൊണ്ട് ഒരാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ കുറവുകളോ ചിന്തിച്ച് നമ്മൾ പറയും, എന്താണ്, മനസ്സുകൊണ്ട് കൊന്നുകളഞ്ഞു എന്നൊക്കെ പറയും. ചുമ്മാ പ്രയോഗമാണ്. അപ്പം മനസ്സുകൊണ്ട് ഒരാളെ ഹിംസിക്കാം, വാക്കുകൊണ്ട് ഒരാളെ ഹിംസിക്കാം, പോരെങ്കിൽ കർമ്മം കൊണ്ട് ഒരാളെ ഹിംസിക്കാം. ഈ മൂന്നിരത്തുള്ള ഹിംസയും ഒഴിവാക്കലാണ് അഹിംസ. അഹിംസാം ചാം സമത്വം ദ്വന്ദ്വസജ്ഞയോഹോ. സമത്വം, സമമായിരിക്കൽ. എല്ലാത്തിനെയും ഒരേപോലെ കാണാൻ പറ്റുക, അതിന്റെ പേരാണ് സമത്വം എന്ന്. രണ്ടായി കാണാൻ, ശീതം ഉഷ്ണം എന്നിവയെ തുല്യമായി തന്നെ കാണാൻ പറ്റുക. മുമ്പ് അതിനെ സഹിക്കലാണ്, ഇപ്പൊ അതിനെ തുല്യമായി കാണല. ഇങ്ങനെ ഈ രണ്ടെണ്ണത്തിനെയും തുല്യഭാവത്തോടെ കണ്ട് അത് അഭ്യസിക്കലാണ്. ദ്വന്ദ്വസജ്ഞകളുടെ സമത്വം ച. ഇത്രയുമാണ് ഒരു ശിഷ്യൻ ഗുരുവിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളുടെ പട്ടികകൾ നിരത്തുകയാണ്. എന്തൊക്കെയാണ് ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടത് ചോദിച്ചാൽ ഇന്ന് കുറേ ശാസ്ത്രങ്ങളുടെ പേര് ആണ്. അതല്ല ഈ ഭാഗവതം പറയാൻ പുറപ്പെടുക. ഒരു മനുഷ്യനായി, ഉത്തമ മനുഷ്യനായി ജീവിക്കാൻ അവശ്യം വേണ്ട പാഠങ്ങൾ ഗുരുവിൽ നിന്ന് എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ കേട്ട് പഠിച്ച് ആചരിക്കണം. ശൗചം തപസ്ഥിതിക്ഷം ച മൗനം സ്വാധ്യായമാർജവം ബ്രഹ്മചര്യം അഹിംസാം ച സമത്വം ദ്വന്ദ്വസജ്ഞയോ. ശൗചം തപസ്ഥിതിക്ഷാം ച മൗനം സ്വാധ്യായമാർജവം ബ്രഹ്മചര്യം അഹിംസാം ച സമത്വം ദ്വന്ദ്വസജ്ഞയോ. സർവത്ര ആത്മേശ്വരാന്വേക്ഷാം കൈവല്യമനികേതനം വിവിക്തജീരവസനം സദ്ദോഷം ഏന കേനചിത്. ഇനി എങ്ങനെ ആയിരിക്കണം ഇയാൾ? സർവത്ര ആത്മേശ്വര അന്വേക്ഷാം. എല്ലായിടത്തും ഈശ്വരൻ, ആത്മാവിനെയും ഈശ്വരനെയും, ആത്മേശ്വരന്മാരെ അന്വേക്ഷാം, അന്വേഷിക്കൽ, കാണുക, കണ്ടെത്തൽ. ഈ പ്രപഞ്ചത്തിൽ രണ്ട് തരത്തിലാണ് പദാർത്ഥങ്ങൾ, സ്ഥാവരം, ജംഗമം.
സ്ഥാവര പദാർത്ഥങ്ങളുണ്ട്, ജംഗമങ്ങളുണ്ട്, അല്ലെങ്കിൽ ചരം അചരം എന്ന് പറയാം. ഈ രണ്ടിലും തനിക്ക് കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കാൻ ഉപാസിക്കാൻ യോഗ്യനായ ഒരു ഈശ്വര ഭക്തയുണ്ട്. അത് നമ്മൾ ചുറ്റും നമ്മളെ പുറത്ത് എപ്പോഴും കാണും. ഇതാണ് ഈശ്വരൻ, ഇതാണ് ഈശ്വരൻ എന്ന്. അതേ ഈശ്വരൻ തന്നെ തന്നിൽ തൻ്റെ ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് ബുദ്ധി കൊണ്ട് കണ്ടറിയുമ്പോൾ ആത്മേശ്വര അന്വീക്ഷ എന്നുള്ള വാക്ക് ശരിയാവും. ഈശ്വരൻ ഈ കാണുന്ന വിഗ്രഹത്തിലും പുറത്തും കല്ലിലും മണ്ണിലും മാത്രമല്ല, തൻ്റെ ഉള്ളിലുമുണ്ട്. തൻ്റെ ആത്മാവും ഈശ്വരനാണ് എന്ന്. അങ്ങനെ ഈശ്വരനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും അന്വീക്ഷ, ദർശനം, കാഴ്ച അത് ഉണ്ടായിരിക്കണം. കൈവല്യം, ഈ കൈവല്യം കേവലതയെ സംബന്ധിക്കുന്നതാണ് കൈവല്യം. കേവലം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് മാത്രമായിരിക്കുക. ഏകാന്തവാസം എന്നാണ് കൈവല്യം എന്ന വാക്കുകൊണ്ട് ഇവിടെ. മോക്ഷം എന്ന വാക്കിന് അർത്ഥമുണ്ട്, നമ്മൾ ധാരാളം കേട്ട് നമുക്ക് വരികയാണ്. കൈവല്യം എന്ന് വെച്ചാൽ മോക്ഷം. അതെ, അതും കേവലമായ ഒന്നിലേക്ക് എത്തലാണ്. കേവലമായ ഒന്ന് മാത്രമേ ഉള്ളൂ, അതിലേക്ക് എത്തുമ്പോഴാണ് കൈവല്യം എന്ന് കിട്ടുക. ഇവിടെ കേവലമായി സ്ഥിതി ചെയ്യണം, ഏകാന്തവാസം. മറ്റുള്ള സമസ്ത ഭൗതിക ഇടപെടലുകളിൽ നിന്നും മാറി ഒറ്റയ്ക്ക് ഒരിടത്തിരുന്ന് ആരാധിക്കാൻ പറ്റുക, കൈവല്യം. അനികേതനം, വീടില്ലാതിരിക്കുക. നികേതനം വീട്, അനികേതനം വീടില്ലാതിരിക്കുക. സ്ഥിരമായൊരു താമസ സ്ഥാനം ഇല്ലാണ്ടിരിക്കുക. എവിടൊക്കെ വേണം പോയി താമസിക്കാം. ഈ പ്രപഞ്ചം മുഴുവനും എനിക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. വൃക്ഷത്തിന് ചുവട്ടിൽ കിടന്നുറങ്ങാം, വഴിവക്കിൽ കിടന്നുറങ്ങാം, അമ്പലത്തിൽ കിടന്നുറങ്ങാം, ആശ്രമത്തിൽ കിടന്നുറങ്ങാം, വീട്ടിൽ കിടന്നുറങ്ങാം, എവിടൊക്കെ വേണമെങ്കിലും ആവാം. ഇതെൻ്റെ വീടാണ് എന്നൊരു സ്ഥിരത ഒന്നിനോട് ഇല്ലാതിരിക്കാം. അനികേതനം, കൈവല്യം അനികേതനം. വിവിക്ത ക്ഷീരവസനം, വിവിക്തം പരിശുദ്ധമായ. ക്ഷീരവസനം മരവുരി വസ്ത്രമാക്കുക. പരിശുദ്ധമായ മരവുരിയെ വസ്ത്രമാക്കിക്കൊണ്ട് ഉപജീവനം കഴിക്കുക. വിവിക്ത ക്ഷീരവസനം. സന്തോഷം, ഉള്ളതുകൊണ്ട് ആനന്ദിക്കാൻ പറ്റുക. ഇപ്പം ശുദ്ധമായ മരവുരി ധരിച്ചതുകൊണ്ട് മാത്രമായില്ല, തനിക്ക് വന്നു ചേരുന്നതിനെ എന്തിനേയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റണം. ജന്മജന്മാന്തരങ്ങളായി സമ്പാദിച്ചു വെച്ചിട്ടുള്ള അനേക തരത്തിലുള്ള പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മെ പിന്തുടർന്ന് ഈ ജന്മത്തിൽ ഉണ്ടാവും. ആ പ്രാരബ്ധങ്ങൾ വന്നു ചേരുമ്പോൾ അതിൽ ദുഃഖിക്കാതിരിക്കുക, അതിൽ സന്തോഷിക്കുക. ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നതാണ്, ഇതൊക്കെ എൻ്റെ പ്രാരബ്ധ കർമ്മങ്ങളാണ്, വരട്ടെ എന്ന് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുക. അതിനെയാണ് സന്തോഷം എന്ന് പറയുക. അല്ലാണ്ട് ബാഹ്യ പദാർത്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദത്തെ, സന്തോഷത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേനചിത്, എന്തെങ്കിലും കൊണ്ട് സന്തോഷിക്കുക. ഇന്നത് കൊണ്ടേ സന്തോഷിക്കുന്നില്ല, നമുക്കങ്ങനെയാണ്. എനിക്ക് സന്തോഷിക്കണമെങ്കിൽ നല്ല പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ നല്ല സിനിമ കാണണം, അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ കാണണം, അല്ലെങ്കിൽ വയറ് നിറച്ച് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കണം. ഇങ്ങനെയൊക്കെ ചില നിബന്ധനകളുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ സന്തോഷിക്കൂ. ഇതില്ലെങ്കിലും സന്തോഷിക്കാൻ പറ്റണം. ഇതിന് വിപരീതമായ വസ്തുക്കൾ എന്തു വന്നാലും അതും സന്തോഷിക്കാൻ പറ്റണം. കേനചിത് സന്തോഷം. ഏതെങ്കിലും തലത്തിൽ വന്ന് ചേരുന്നതിനെ കൊണ്ട്, വന്നു ചേരുന്നുണ്ടോ അതിനെ സന്തോഷമായി അനുഭവിക്കാൻ പറ്റുക. ഇതൊക്കെ ഗുരുവിൽ നിന്ന്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പാഠം പഠിപ്പിക്കുന്നവർ മാത്രമല്ല, ധർമ്മോപദേഷ്ടാരോ ഭവന്തി ഗുരവ. ഗുരുക്കന്മാർ ജീവിതധർമ്മങ്ങളെ ഉപദേശിച്ചിരുന്നവരാണ്. ഈ ധർമ്മങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ.
എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്നുള്ള വഴികൾ കാണിച്ചു തരുന്നവരാണ് ഗുരുക്കൻ. അപ്പോൾ ഒരു ഗുരുവിനെ കിട്ടിയാൽ ഇതിനൊക്കെ ഈ പാഠങ്ങളൊക്കെ നമുക്ക് അഭ്യസിച്ചു തരാൻ അവിടെ പര്യാപ്തമായിരിക്കും. സർവത്ര ആത്മേശ്വരാന്വേക്ഷാം കൈവല്യമനികേതനം വിവിക്തജീരവസനം സന്തോഷം യേന കേനചിത്. സർവത്ര ആത്മേശ്വരാന്വേക്ഷാം കൈവല്യമനികേതനം വിവിക്തജീരവസനം സന്തോഷം യേന കേനചിത്. ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദാമന്യത്ര ചാപിഃ മനോവക്കായദന്തം ച സത്യം ശമദമാവപീം. ശ്രദ്ധം ഭാഗവതേ ശാസ്ത്രേ, ഭാഗവത ശാസ്ത്രത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കുക. ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ശ്രദ്ധയുണ്ടായിരിക്കുക. നിന്ദാം അന്യത്ര ചാപിഃ, മറ്റുള്ളിടത്തൊക്കെ നിന്ദയുണ്ടാവുക. ഇതല്ലാതെ എന്തിനേയും നിന്ദിക്കുക. ഭാഗവതത്തിൽ മാത്രം ശ്രദ്ധയുണ്ടാകുക, ബാക്കി ഒന്നിനും ശ്രദ്ധയില്ലാണ്ടിരിക്കുക. ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച്, ഭഗവാന്റെ വാത്സല്യത്തെക്കുറിച്ച്, ഭഗവാന്റെ മംഗളകരമായ ഗുണഗണങ്ങളെക്കുറിച്ച് ഭാഗവതം നിരന്തരം വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ആദരവുണ്ടാകണം, സന്തോഷമുണ്ടാകണം. അന്യശാസ്ത്രങ്ങളില് അന്യശാസ്ത്രങ്ങൾ നിന്ദാം അന്യത്ര ചാപിഃ, മറ്റുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവജ്ഞതയോടുകൂടി വേണം കാണാൻ. ഇത് ഒരു പരമഭാഗവതന്റെ ലക്ഷണമായിട്ട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഗുരുവിൽ നിന്ന് കിട്ടേണ്ട പാഠങ്ങളിൽ ഭാഗവത ശാസ്ത്രത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കുക, മറ്റുള്ളിടത്ത് എന്താണ് അവജ്ഞത ഉണ്ടായിരിക്കുക. മനസ്സ്, വാക്ക്, കായം, മനോവാക്കായ ദണ്ഡം ച സത്യം ശമദമാവപി. പ്രാണായാമം മുതലായ അഷ്ടംഗ യോഗവിദ്യകൾ അനുഷ്ഠിച്ച് മനസ്സിനെ അടക്കി നിർത്തി മൗനത്തിൽ വാക്ക് ഒതുക്കുക. മനോവാക്കായ ദണ്ഡം, മനസ്സിനെയും വാക്കിനെയും ശരീരത്തെയും ദണ്ഡിക്കുക എന്നതിനെയും, നാലെണ്ണത്തിനെയും, മനസ്സിനെ ഒതുക്കണം, വാക്കിനെ ഒതുക്കണം, ശരീരത്തെ ഒതുക്കണം, ദണ്ഡാദികളായ ശിക്ഷാവിധികളെയും ഒതുക്കണം. കാരണം ഉള്ളത് മാത്രം പറയുക, ഇല്ലാത്തത് പറയാതിരിക്കുക എന്നുള്ളത് വാക്കിന്റെ ധർമ്മമാണ്. വാക്കിന്റെ ജോലി എന്താണ്? ഉള്ളത് എന്തേ ഉള്ളൂ? ഈശ്വരൻ മാത്രം. അതുകൊണ്ട് ആരെ കണ്ടാലും സത്യമേ ഉള്ളതേ പറയാവൂ. നിത്യർത്ഥം ഈശ്വരനെ കുറിച്ചേ പറയാവൂ, അല്ലെങ്കിൽ ഭാഗവതത്തെ കുറിച്ചേ പറയാവൂ. ബാക്കിയൊക്കെ അസത്തുകളാണ്, അസത്യങ്ങളാണ്, അത് പറയാൻ കൊള്ളില്ല, അത് പറയാതിരിക്കുക. അതുകൊണ്ടാണ് വാക്കുകൊണ്ട് മിതത്വം ശീലിച്ച് മൗനത്തിൽ വാക്ക് ഒതുക്കി യാഥാർത്ഥ്യം മാത്രം പറഞ്ഞുകൊണ്ട് അന്ധക്കരണങ്ങളെയും, മനസ്സ്, ബുദ്ധി, ചിത്തം, ഞാൻ, ഈ 4 അന്ധക്കരണത്തെയും കണ്ണ്, മൂക്ക് മുതലായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളെയും അടക്കി നിർത്താനുള്ള അഭ്യാസമാണ് മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, കായം കൊണ്ട് നേടിയെടുക്കേണ്ടത്. ഇതൊരു അഭ്യാസമാണ്, നിരന്തര ആവൃത്തിയാണ് അഭ്യാസം. ഒറ്റ പ്രാവശ്യം കൊണ്ട് കിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് മനസ്സും ബുദ്ധിയൊക്കെ അടക്കട്ടെ, അടങ്ങില്ല. ചിലപ്പോൾ ഒരു ജന്മം മുഴുവൻ വേണ്ടി വരും. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വിഷയങ്ങളൊക്കെ അതിന് തടസ്സമാണ് എപ്പോഴും. അതുകൊണ്ട് ഏത് വിഷയം കണ്ടാലും ഈ വിഷയം എൻ്റെ അടക്കത്തിനെ നിരോധിക്കുന്ന വസ്തുവാണെന്ന് കണ്ടിട്ട് അതിനെ മാറ്റി നിർത്തുക. വിഷയങ്ങളിലേക്ക് അകപ്പെട്ടു പോയി ആസക്തി ഉണ്ടാകാതിരിക്കുക.
വിഷയങ്ങളിലേക്ക് കടന്നുപോയാൽ ദുഃഖം ഉണ്ടാകും, ഉറപ്പാണ് എന്ന് ധരിച്ച് അവയിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ട് ശ്രദ്ധയോടെ ഓരോ വിഷയത്തിൽ നിന്നും മനസ്സിനെ പിൻവലിക്കണം. മനസ്സ് വിഷയങ്ങളെ പുറകെ ഓടും, മനസ്സിന്റെ ജോലി അതാണ്. അതിന് പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം? പിൻവലിപ്പിക്കണം. ഇത് ശമത്തെ അഭ്യസിക്കലാണ്. ഇതുപോലെയാണ് ഇന്ദ്രിയങ്ങളെ ഒതുക്കേണ്ടത്. ദമം കൊണ്ടുള്ള അഭ്യാസമാണ്. ഇത് രണ്ടും ഒന്നിച്ച് ചേർത്തുകൊണ്ട് രണ്ടിനെയും പാകപ്പെടുത്തിയെടുക്കണം. ഒന്ന് പാകപ്പെടുത്തുമ്പോൾ മറ്റേത് പോകും, അത് പാകപ്പെടുത്തുമ്പോൾ ഇത് പോകും. രണ്ടിനെയും ഒരുപോലെ പാകപ്പെടുത്തിയെടുക്കണം. അതിന് അഭ്യാസം ആവശ്യമാണ്. അതുകൊണ്ട് ഭാഗവത ധർമ്മം കേൾക്കുക, അത് അഭ്യസിക്കുക, അതിലൂടെ വ്യാപരിക്കുക, അതിൽ മാത്രം ശ്രദ്ധ വയ്ക്കലേ വഴിയുള്ളൂ. ഇതിൽ ശ്രദ്ധ വെച്ചാൽ ഈ പറയുന്ന ശമതമാദികൾ തന്നെ ഉണ്ടായി വരും. അടക്കം ഉണ്ടാകും, വിരക്തി ഉണ്ടാകും, വൈരാഗ്യം ഉണ്ടാകും, ഇതൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റ് ശാസ്ത്രങ്ങൾ ഒന്നും പഠിച്ചാലും അത് ഉൾക്കൊണ്ടാലും അത് പ്രാവർത്തികമാക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭാഗവത ശാസ്ത്രമാണ് മനുഷ്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്. മറ്റേതൊക്കെ പഠിച്ച് മാർക്ക് വാങ്ങിച്ച് ജോലി കിട്ടാം, അത്രേ ഉണ്ടാവുള്ളൂ. എൻ്റെ അപ്പുറത്തേക്ക് പോകാൻ അതിനാവില്ല. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ മാത്രമാണ് ശ്രദ്ധ ഉണ്ടാവേണ്ടത്, മറ്റുള്ളതിലല്ല. എന്നാൽ മാത്രമേ മനസ്സ്, വാക്ക്, കായം, ദണ്ഡം, സത്യം, ശമം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ശ്രദ്ധം ഭാഗവതേ ശാസ്ത്രേ അനിന്ദാമന്യത്തചാഭിഹി മനോവക്കായ ദണ്ഡം ച സത്യം ശമതമാവപി. ശ്രദ്ധം ഭാഗവതേ ശാസ്ത്രേ നിന്ദാമന്യത്രജാഭിഹി മനോവക്കായ ദണ്ഡം ച സത്യം ശമതമാവപി. ശ്രവണം കീർത്തനം ധ്യാനം ഹരേരത്ഭുതകർമ്മണാം ജന്മകർമ്മഗുണാനം ച തദർത്ഥേ അഖിലചേഷ്ടിതം. ഈ ഭാഗവത ധർമ്മങ്ങൾ ശീലിക്കണം എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടി ഉറപ്പിക്കാം. ഭഗവാന്റെ അവതാരം, ആ അവതാരത്തിൽ ചെയ്ത ലീലകൾ, ഭഗവാൻ ഭക്തന്മാരോട് കാണിച്ച വാത്സല്യം, ഇതൊക്കെ കേട്ട് ആനന്ദിക്കുക, അതൊക്കെ കീർത്തിക്കുക, അതിനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. ശ്രവണം, കീർത്തനം, ധ്യാനം, ഈ മൂന്നാണ്. ഭാഗവത കഥകൾ കേൾക്കുക, അത് വായിക്കുക, പഠിക്കുക, അത് തന്നെ ധ്യാനിക്കുക. ഭാഗവത കഥകളൊക്കെയും ശ്രവണത്തിന് ഇമ്പം നൽകുന്നതാണ്, കീർത്തനത്തിന് ഇമ്പം നൽകുന്നതാണ്, ധ്യാനത്തിന് സൂക്ഷ്മ നൽകുന്നതാണ്. അത്ഭുതകർമ്മണ ഹരേ. ഹരി, ഭാഗവതത്തിലെ ഓരോ കഥകൾ ഹരിയുടെ അത്ഭുത കർമ്മങ്ങളാണ്. നമുക്കത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. 7 ദിവസം ഒരു പർവ്വതം ഒറ്റ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് ഭാഗവത കഥ പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? അത്ഭുതം ഉണ്ടാകും. ഹരേഹേ അത്ഭുത കർമ്മണ, ആ കർമ്മങ്ങളിലെ ശ്രവണം, കീർത്തനം, ധ്യാനം, അത് ജന്മ കർമ്മ ഗുണാനാം ച, ജന്മകർമ്മ ഗുണങ്ങളുടെ തദർത്ഥേ അഖില ചേഷ്ടിതം. അനേകം അത്ഭുത കർമ്മങ്ങൾ ഭഗവാൻ ചെയ്തത് കേൾക്കും തോറും അതൃപ്തി വരാതെ ഭാഗവത ധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ശ്രീഹരിയെ പൂജിക്കാൻ തന്നെ എന്നുള്ള ആ പരമാർത്ഥത്തിൽ നിന്നും നിമിഷം പോലും തെറ്റിപ്പോവാതിരിക്കുക. ജന്മം, കർമ്മം, ഗുണങ്ങൾ, ഇത് മൂന്നും. ഇവിടെ ജന്മം കിട്ടി, ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളിലുള്ളത്, ഇതെല്ലാം തദർത്ഥേ, അതിനു വേണ്ടിയാവണം. അഖില ചേഷ്ടിതം, എല്ലാ പ്രവൃത്തികളും അതിനു വേണ്ടി തന്നെ ആയിരിക്കണം എന്ന്
എപ്പോഴാണോ ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അന്ധകരണത്തെയും ഒക്കെ ഈ വിഷയത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നത്, അപ്പോൾ ഭാഗവത ധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മായയെ അതിജീവിക്കാൻ സാധിക്കും എന്ന് പറയാം. ശ്രവണം കീർത്തനം ധ്യാനം ഹരേ അത്ഭുതകർമ്മണാം ജന്മകർമ്മ ഗുണാനാം തദർത്ഥേ ഹിരചേഷ്ടിതം. ശ്രവണം കീർത്തനം ധ്യാനം ഹരേ അത്ഭുതകർമ്മണാം ജന്മകർമ്മ ഗുണാനാം തദർത്ഥേ ഹിരചേഷ്ടിതം. ഇഷ്ടം ദത്തം തപോ ജപ്തം വർത്തം യച്ച ആത്മനപ്രിയം ദാരാൻ സുതാൻ ഗൃഹാൻ പ്രാണാൻ യത് പരസ്മൈ നിവേദനം. ഇഷ്ടം എന്നുള്ളതിനെ യജിക്കുന്നത് എന്നർത്ഥം. നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്ന ഇഷ്ടമല്ല, അതെനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നൊക്കെ നമ്മൾ പറയും. അത് ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ യജി ധാതുവിൽ നിന്നാണ് ഇഷ്ടം എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. യജിക്കുന്നതിനുള്ള ഇഷ്ടം യജിക്കപ്പെട്ടത്. യജിക്കപ്പെട്ടത് എന്താണ്? യാഗം. യാഗം ചെയ്യണമെന്ന് ആരാണ് പറഞ്ഞത്? വേദം. വേദത്തിൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന യാഗാദികളായ കർമ്മങ്ങൾ. ദത്തം, കൊടുക്കപ്പെടുന്ന ദാനാദികൾ. ദത്തം ദാനം ചെയ്യുക, കൊടുക്കുക. യാഗാദി കർമ്മങ്ങൾ. സ്മൃതിയിലാണ് ദാനകർമ്മങ്ങളെക്കുറിച്ച് പറയുന്നത്. എന്തിനെയൊക്കെ ആരൊക്കെ എപ്പോഴൊക്കെ ദാനം ചെയ്യണം എന്ന സ്മൃതി നമ്മെ ബോധ്യപ്പെടുത്താറുണ്ട്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞാദികൾ, സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന ദാനം, പിന്നെ തപസ്. തപസ് വ്രതങ്ങളാണ്. ഏകാദശി, ദ്വാദശി, ഷഷ്ടി, പൗർണമാസി, അമാവാസി, ഇങ്ങനെ കുറേ ദിവസങ്ങളുണ്ട്. അവിടെയൊക്കെ ഓരോ തരത്തിലുള്ള വ്രത അനുഷ്ഠാനങ്ങൾ എന്താണ് ഈ സ്മൃതികൾ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ചെയ്യുന്ന വ്രതാനുഷ്ഠാനത്തെയാണ് ഇവിടെ തപസ് എന്ന് വിളിച്ചത്. തപസ് പല സ്ഥലത്തും പറയാറില്ല. ഇഷ്ടം ദത്തം തപോ ജപ്തം, ജപിക്കൽ, മന്ത്രജപം. ജപ്തം മന്ത്രങ്ങളുടെ ജപം. വൃത്തം യച്ച ആത്മനപ്രിയം. വൃത്തം എന്നുവെച്ചാൽ തന്റെ പ്രവൃത്തികൾ. ആത്മനഃ പ്രിയം ദാരാൻ സുതാൻ ഗൃഹാൻ പ്രാണാൻ. തനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഭാര്യ, ദാരാൻ, സുതാൻ പുത്രന്മാർ, ഗൃഹാൻ വീടുകൾ, പ്രാണാൻ തൻ്റെ പ്രാണൻ, യത് പരസ്മയി നിവേദനം. ഇതെല്ലാം പരസ്മയി പരംപുരുഷനായിക്കൊണ്ട് നിവേദിക്കേണ്ടതാണ്, സമർപ്പിക്കേണ്ടതാണ് എന്നർത്ഥം. ഇവയെല്ലാം ഭഗവാനെ ആരാധിക്കാനുള്ള ഉപകരണങ്ങൾ എന്ന ഭാവമല്ലാതെ സ്വന്തം സുഖത്തിനുള്ളതാണെന്ന് ഒരിക്കലും വിചാരിക്കാതിരിക്കലാണ് സമർപ്പണം. യജ്ഞം ചെയ്യുന്നത് പുത്രനുണ്ടാവാൻ വേണ്ടിയാണ് എന്ന് ധരിക്കാതിരിക്കുക. അത് ഭഗവത് സമർപ്പണമായി യജ്ഞം ചെയ്യാൻ പറ്റുക. ദാനം ചെയ്യുന്നത് എനിക്ക് കീർത്തി ഉണ്ടാക്കാനാണ്, പേരുണ്ടാക്കാനാണ് എന്ന് വിചാരിക്കാതെ, ദാനം കൊണ്ട് എനിക്ക് വേണ്ടത് ഈ ആത്മീയമായ ഒരു ഉയർച്ചയാണ്, ഈശ്വരനിലേക്ക് അടുക്കലാണ്, അതെന്റെ ധർമ്മമാണ് എന്ന് ധരിക്കുക. തപസ്സു ചെയ്യുന്നത്, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇന്ന് പല പല ഉദ്ദേശ്യത്തോടു കൂടി തന്നെയാണ്. അതും പലപ്പോഴും ഒരു പേരിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്നും ഏകാദശി നോക്കുന്നവനാണ് എന്ന് ഒരു മേനി പറയാൻ വേണ്ടി മാത്രം വ്രതം അനുഷ്ഠിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു സമർപ്പണമായി വേണം വ്രതം അനുഷ്ഠിക്കാൻ പറ്റുന്നത്. അപ്പം ദാനം ചെയ്യുന്നത്, തപസ് ചെയ്യുന്നത്, ജപിക്കുന്നത് ഇന്ന് പേരിനാണ്. എന്താണ്? ഞാൻ ഇത്ര മന്ത്രങ്ങൾ ഒരു ദിവസം ഇത്ര മണിക്കൂർ വെച്ച് മുടങ്ങാതെ ജപിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ, ഓ, ഇയാൾ വലിയ ഭക്തനാണ് എന്ന് ആൾക്കാർ വിചാരിക്കാം. അങ്ങനെ ചെയ്യുന്ന കുറെ പേരുണ്ട്. അതിനുവേണ്ടി ജപിക്കരുത്. ജപം ഒരു സമർപ്പണമാണ്. അതേപോലെ തൻ്റെ പ്രവൃത്തികളൊക്കെയും സമർപ്പണമാവണം.
തനിക്ക് പ്രിയം ചെയ്യുന്ന ഇഷ്ടപ്പെട്ട ഭാര്യ തനിക്ക് സുഖാദികൾ അനുഭവിക്കാനുള്ളൊരു ഉപകരണം മാത്രമല്ല, അത് ഈശ്വരാർപ്പണത്തിനുള്ള ഒരു സമർപ്പണമാണ് ഭാര്യയെ കൂടി താൻ ചെയ്യുന്നത്. പുത്രന്മാരിൽ കൂടി അങ്ങനെയാണ്, വീടുകളെ കൊണ്ട് അങ്ങനെയാണ്, തൻ്റെ പ്രാണൻ അതിനുവേണ്ടിയാണ്. ഇങ്ങനെ ഈ പറഞ്ഞതെല്ലാം ഈശ്വരാർപ്പണമാക്കി ചെയ്യണം എന്ന് ഉപദേശിച്ചിരുന്ന ഗുരുവാണ്. ഒരു ഗുരുസാന്നിധ്യത്തിലേ ഇത് നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഗുരുവിന്റെ ഉദ്ദേശ്യങ്ങൾ എത്ര വിസ്തരിച്ചാണ് ഭാഗവതം നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇഷ്ടം ദത്തം തപോജത്തം വർത്തം യക്ഷാത്മനപ്രിയം ദാരാൻ സുതാൻ ഗൃഹാൻ പ്രാണാൻ യത് പരസ്മൈ നിവേദനം. ഇഷ്ടം ദത്തം തപോജത്തം വർത്തം യക്ഷാത്മനപ്രിയം ദാരാൻ സുതാൻ ഗൃഹാൻ പ്രാണാൻ യത് പരസ്മൈ നിവേദനം. ഏവം കൃഷ്ണാത്മനാഥേഷു മനുഷ്യേഷു ച സൗഹൃദം പരിചര്യം ചോഭയത്ര മഹത്സു നൃഷു സാധുഷു. ഏവം ഇങ്ങനെ കൃഷ്ണ ആത്മനാഥേഷു, കൃഷ്ണൻ തന്നെയാണ് തൻ്റെ ആത്മാവും തൻ്റെ നാഥനും. നാഥൻ എന്നുവെച്ചാൽ രക്ഷിക്കുന്നവനർത്ഥം, രക്ഷിതാവാണ്. നാഥൃ എന്ന ധാതുവിനെ രക്ഷിക്കുക എന്നർത്ഥം. അപ്പം ഏവം ഇങ്ങനെ കൃഷ്ണൻ തന്നെയാണ് തൻ്റെ ആത്മാവും തൻ്റെ നാഥനും എന്ന് കൃഷ്ണ ആത്മനാഥേഷു, കൃഷ്ണൻ ആത്മാവും രക്ഷിതാവുമാണെന്ന് വിചാരിച്ചിരിക്കുന്ന മനുഷ്യേഷു, മനുഷ്യരിൽ ച സൗഹൃദം, അവരോട് സൗഹൃദം ഉണ്ടാകും. കൂട്ടുകൂടേണ്ടത് ആരോടാണെന്ന് പറയാം. ഇതൊക്കെ ഗുരുവാണ് ഉപദേശിച്ചു തരേണ്ടത്. ആരോടാണ് കൂട്ടുകൂടേണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് തൻ്റെ ആത്മാവ്, തൻ്റെ രക്ഷിതാവ് എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരാളോട് കൂട്ടുകൂടാം. അല്ലാത്തവരുടെ സൗഹൃദം ആവരുത്. ആയാൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന അല്പഭക്തിയെങ്കിലും നഷ്ടപ്പെട്ടു പോകും. ഭക്തന്മാരോട് മാത്രമേ കൂട്ടുകൂടാവൂ, അല്ലാത്തവരുടെ സൗഹൃദം ഉണ്ടാവരുത്. ഏവം കൃഷ്ണാത്മനാഥേഷു മനുഷ്യേഷു ച സൗഹൃദം പരിചര്യം ചോഭയത്രാം. ഉഭയത്ര, രണ്ടിലും, സ്ഥാവരത്തിലും ജംഗമത്തിലും. ഇതാണ് സ്ഥാവര ജംഗമങ്ങൾ എന്ന രണ്ടെണ്ണത്തിലും പരിചര്യാം ച ഉഭയത്ര മഹത്സു നൃഷു സാധുഷു. മഹത്തുക്കളായ സാധുക്കളായ മനുഷ്യരിൽ പരിചര്യ ചെയ്യണം. ഉഭയത്ര, സ്ഥാവരജംഗമങ്ങളിൽ രണ്ടിലും, നൃഷു മനുഷ്യരിലും, സാധുഷു സജ്ജനങ്ങളിലും, മഹത്സു മഹാത്മാക്കളിലും വെച്ച് ഉത്കൃഷ്ടമായ പൂജ അഭ്യസിക്കണം, ചെയ്യണം എന്നർത്ഥം. ഭഗവത് പ്രീതിക്ക് കാരണമായിരിക്കുന്ന ഈ മേൽപ്പറഞ്ഞതൊക്കെ നിരന്തരമായും അനുഷ്ഠിച്ചുകൊണ്ട് ഇരുന്നാൽ മാത്രമേ ഭഗവത് പ്രീതിക്ക് കാരണമായി മനസ്സ് ശാന്തമായി ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. വൃക്ഷങ്ങൾ കൊണ്ട് എത്ര ജീവജാലങ്ങൾക്ക് ഉപകാരമുണ്ട്, എത്ര പക്ഷികൾ, എത്ര മൃഗങ്ങൾ, എത്ര മനുഷ്യർ, ഇവർക്കൊക്കെ അതുകൊണ്ട് ഉപകാരമുണ്ട്. അതുകൊണ്ട് ആ വൃക്ഷങ്ങൾ നട്ടുവളർത്തി അതിനെ വേണ്ട പോലെ ശുശ്രൂഷിക്കുന്നത് സ്ഥാവര പൂജയാണ്. ഒരു വൃക്ഷം വെച്ച് വെള്ളമൊഴിച്ച് നട്ടുവളർത്തി അതിനെ വലുതാക്കിക്കൊണ്ടിരുന്നത് സ്ഥാവര പൂജയാണ്. അതേപോലെ എന്താണ്, കാറ്റ് തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കാൻ പര്യാപ്തമായ കുന്നുകൾ, പർവ്വതങ്ങൾ നിലനിർത്തൽ, അതിനെ ശുശ്രൂഷിക്കൽ സ്ഥാവര പൂജയാണ്. ഇങ്ങനെ സ്ഥാവരങ്ങളായ വസ്തുക്കളെ നിരന്തരമായും എന്ത് ചെയ്യണം? പൂജിച്ചു കൊണ്ടിരിക്കുക. അതിലും വെച്ച് ഉത്കൃഷ്ടമാണ് മനുഷ്യരെ പൂജിക്കുന്നത്. മനുഷ്യർക്ക് ഉപകാരമായി വേണ്ട ധർമ്മങ്ങൾ ചെയ്തു കൊടുക്കൽ, മനുഷ്യരെ സഹായിക്കൽ, പരോപകാരം ചെയ്യുക,
പരോപകാരത്തിന് ശ്രമിക്കുന്നവരെ സഹായിക്കുക, അവരെ പൂജിക്കുക, ഇത് ഏറ്റവും ഇതിനേക്കാൾ സ്ഥാവരത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്. ഭഗവത് ഭക്തന്മാരായ മഹാത്മാക്കളെ ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതെല്ലാം ഉയർന്ന ഭജനമാണ്. ഈശ്വരനെ പൂജിക്കേണ്ടത് ഈ വിധം തന്നെയെന്ന് സൂക്ഷ്മമായി ആലോചിച്ച് ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ചരാചരം എന്ന അറിവ് അപ്പോഴേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഗുരുവിൽ നിന്ന് അഭ്യസിക്കേണ്ട പാഠങ്ങളാണ്. എത്രയോണ്ട് ഒരു ജന്മം പഠിച്ചാൽ തീരാത്തതുപോലെ ഗുരു ഉപദേശിക്കാനുണ്ട്. അതുകൊണ്ട് പഠിച്ചു തീരുക എന്നുള്ളതില്ല. ഏവം കൃഷ്ണാത്മനാഥേഷു മനുഷ്യേഷു ച സൗഹൃദം പരിചര്യം ചോഭയത്ര മഹത്സു നൃഷുസാധുഷു. ഏവം കൃഷ്ണാത്മനാഥേഷു മനുഷ്യേഷു ച സൗഹൃദം പരിചര്യം ചോഭയത്ര മഹത്സു നൃഷുസാധുഷു. പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശാം മിഥോ രിതിർമിഥസ്തുഷ്ടിർ നിവൃത്തം മിഥ ആത്മനാം. പരസ്പര അനുകഥനം, അന്യോന്യം പറഞ്ഞുകൊണ്ടിരിക്കുക. പരസ്പര അനുകഥനം. പാവനം ഭഗവദ്യശ, പാവനമായ ഭഗവത് യശസ്സിനെ, പരിശുദ്ധമായ ഭഗവാന്റെ കീർത്തിയെ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കാം. മിഥോ രതി, അന്യോന്യമുള്ള രതി, താല്പര്യം. മിഥോ എന്ന് വെച്ചാൽ അന്യോന്യം, പരസ്പരമുള്ള രതി. മിഥോ രതി മിഥ തുഷ്ടി, പരസ്പരമുള്ള തുഷ്ടി. നിവൃത്തി മിഥ ആത്മന, ആത്മാവിൻ്റെ പരസ്പരമുള്ള നിവൃത്തി. ഈ മൂന്നെണ്ണം ഈ പരസ്പരാനുകഥനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും എന്ന് വിസ്തരിക്കാം. ശ്രീകൃഷ്ണന്റെ ഭഗവത് യശസ്സുകളെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അജ്ഞാനമാകുന്ന ഇരുട്ട് തന്നെ നശിക്കും, ജ്ഞാനമാകുന്ന പ്രകാശം തന്നെ കടന്നു വരും. ഒന്നൊക്കെയാണ് സന്ധ്യയിൽ നാമം ചൊല്ലണം, ഉറക്കച്ചൊല്ലണം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത്. ഇത് ഇങ്ങനെ കീർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ആത്മജ്ഞാനം എന്ന വെളിച്ചം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ യശസ്സിനെ കുറിച്ച് പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇതുണ്ടാകും, അജ്ഞാനം മാറിയിട്ട് ജ്ഞാനത്തിന്റെ പ്രകാശം തന്നെ ഉണ്ടാവും. അവരുടെ ഭക്തന്മാരോട് ഒരു സംസർഗം ഉണ്ടാവുക. അതാണ് സജ്ജന സമ്പർക്കം എന്ന് പറയുക. ഇങ്ങനെയുള്ള മുഖ്യ സാധനകൾ പരസ്പരാനുകഥനം, ഭഗവത് യശഃ പാവനം, മിഥോ രതിഃ, മിഥ തുഷ്ടിഃ, മിഥ വൃത്തിഃ ആത്മനഃ. ഭഗവത് കീർത്തനങ്ങൾ കീർത്തിക്കുമ്പോൾ രാഗദ്വേഷാദികളായ വൃത്തികൾ പുറത്ത് കടന്നു പോകും എന്ന് മാത്രമല്ല, നശിക്കില്ല. പുറത്തു പോയാൽ ഒരു ഭീതിയുണ്ട്, വീണ്ടും വരുമോ എന്ന്. അല്ലേ? വീട് വിട്ട് പുറത്തു പോയാൽ എന്താണ്? തിരിച്ചു വീട്ടിലേക്ക് വരാനാണ്. ഇതുപോലെ ഈ തൽക്കാലത്തേക്ക് രാഗദ്വേഷങ്ങൾ പുറത്ത് കടന്നാൽ പോരാ, നശിക്കണം. അതിനിയും വരാതിരിക്കണം. അതുകൊണ്ട് നാശത്തിന് ഹേതുവായിരിക്കുന്നു ഇവകൾ എന്നുള്ളത് കൊണ്ട് ഈ രാഗദ്വേഷങ്ങളെ അകറ്റി നിർത്താൻ ഒറ്റ വഴിയുള്ളൂ, ഭഗവത് യശസ്സുകളെ പാടിക്കൊണ്ടിരിക്കുക, കീർത്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഭഗവാന്റെ കീർത്തനങ്ങളിൽ ഭഗവത് കഥകൾ കേട്ടുകൊണ്ടുള്ള സന്തോഷം അധികരിക്കുമ്പോൾ ബാക്കിയെല്ലാം മറക്കും. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് മാത്രമേ ഓർക്കാൻ പറ്റൂ, ബാക്കിയൊക്കെ മറക്കും. ഇതിനിടെ മറ്റൊന്നും ഓർക്കാൻ പറ്റില്ല. അവയെക്കുറിച്ചുള്ള ചിന്തയും അനുഭവവും ഒക്കെ ചുരുങ്ങി ചുരുങ്ങി ചെളിയില്ലാത്ത കണ്ണാടിയിൽ മുഖം സ്പഷ്ടമായി കാണുന്ന പോലെ ആരെ കാണാൻ പറ്റും? ഭഗവത് സ്വരൂപത്തെ. ചെളിയുള്ള കണ്ണാടിയിൽ മുഖം കാണാമോ? ഇല്ല. ചെളിയില്ലാത്ത കണ്ണാടിയിൽ കാണുന്നത് പോലെ നിർമ്മലമായ അന്ധകരണത്തിൽ
ആത്മാനന്ദത്തിൽ ഭഗവത് സ്വരൂപത്തെ നേരിട്ട് അറിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കും ഈ ശ്രവണ കീർത്തനങ്ങളെ കൊണ്ട്, അന്യോന്യം പറയുന്നതുകൊണ്ട്. അതുകൊണ്ട് ആരോടെങ്കിലും വർത്തമാനം പറയാൻ തുടങ്ങിയാൽ ഭഗവത് കഥകളെ കുറിച്ചേ പറയാവൂ. അവർ വിചാരിക്കും വട്ടാണെന്ന്. വിചാരിച്ചിട്ട കുഴപ്പമൊന്നുമില്ല, എനിക്കിതേ പറയാനുള്ളൂ. നമ്മളിത് പലരോട് പറയുമ്പോൾ പലരും വിട്ടുപോകും, പക്ഷെ ചിലരോട് കേൾക്കും. ആ കേൾക്കുന്നവർ സജ്ജനമാണ്, അവരുമായിട്ട് കൂട്ടുകൂടാ. മറ്റൊരു പൊക്കോട്ടെ, ഒരുപാടുമില്ല. ഇതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് കിട്ടുന്നത് ഉള്ളിലെ മാലിന്യം മുഴുവൻ പോയി ഉള്ള് ശുദ്ധമായി തീരും. ആത്മാനന്ദത്തെ അനുഭവിക്കാൻ അത് കാരണമാണ്. അതുകൊണ്ട് സജ്ജനങ്ങളുമായുള്ള സംസർഗമാണ് ഈ മാലിന്യത്തെ മാറ്റി ഭഗവത് സ്വരൂപത്തെ ഉള്ളുറപ്പിക്കാൻ കാരണം എന്ന് ഉറപ്പിക്കലാണ് ഈ ശ്ലോകത്തിൽ. പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശാം മിഥോരിതർമിഥസ്തുഷ്ടിർ നിവർത്തിർമിഥ ആത്മനാം. പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശാം മിഥോരിതർമിഥസ്തുഷ്ടിർ നിവർത്തിർമിഥ ആത്മനാം. സ്മരന്ത സ്മാരയന്തശ്ച മിഥോഘൗഘഹരം ഹരിം ഭക്ത്യാ സംജാതയാ ഭക്ത്യാ ബിഭ്രത്യുത്പുളകാം തനും. സ്മരന്ത സ്മരിച്ചുകൊണ്ട്, സ്മാരയന്ത സ്മരിപ്പിക്കുകയും ചെയ്യുക. സ്മരിക്കുകയും സ്മരിപ്പിക്കുകയും ചെയ്യുക. ഒന്ന് തന്നെ ഓർക്കുക, രണ്ട് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുക. അതും ചെയ്യാമല്ലോ. തനിക്ക് തന്നെ ഓർക്കാം, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ വേണേൽ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും, മറ്റുള്ളവരെ ഇതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാറില്ല. അതിനും കൂടി ശ്രദ്ധിക്കണമെന്നാണ്. മറ്റുള്ളവരെ കൂടി ദൈവം ഭഗവത് കഥയിലേക്ക് ഒരു ഓർമ്മ ഉണ്ടാക്കി കൊടുക്കണം. സ്മരന്ത സ്മാരയന്തശ്ച മിഥോ പരസ്പരം അഘൗഘഹരം ഹരി. പാപത്തെ നശിപ്പിക്കുന്നതായ ഹരിയെ സ്മരിപ്പിക്കുകയും ചെയ്യുന്നവരായിട്ട് അഘൗഘഹരം ഹരിം പരസ്പരം സ്മരന്ത സ്മാരയന്തശ്ച. പാപസമൂഹത്തെ നശിപ്പിക്കുന്ന ഹരിയെ പരസ്പരം സ്മരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇരുന്നാൽ സംജാതയാ ഭക്തിയ, അപ്പൊ ഇന്നെന്താകും? ഭക്തി സംജാതമാകും. അങ്ങനെ സംജാതമാകുന്ന ഭക്തി കൊണ്ട് ധരിക്കും ഉത്പുളകം തനു. ഉള്ളിൽ പുളകമുള്ള ശരീരത്തെ അനുഭവിക്കാൻ പറ്റും. ഉള്ളിൽ ഒരു പുളകമുണ്ടാകും, രോമാഞ്ചമുണ്ടാകും. ഭക്തിയുടെ ഒരു അടയാളമാണ് ഈ രോമാഞ്ചം. അങ്ങനെ ഹരികഥകൾ സ്മരിക്കുന്നവർക്കും അത് സ്മരിപ്പിക്കുന്നവരുമായ സജ്ജനങ്ങൾക്ക് പരമാനന്ദം വർദ്ധിച്ചു വരുമ്പോൾ ശരീരത്തിൽ രോമാഞ്ചം മുതലായ ബാഹ്യചിഹ്നങ്ങൾ പ്രത്യക്ഷമായി അനുഭവിക്കാൻ പറ്റും. ഈ ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പരമഭക്തി ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഭക്തിയുടെ തുടക്കം തന്നെ സാധന ഭക്തി എന്നൊരു പേരിലാണ് പല ഇതിഹാസ ഗ്രന്ഥങ്ങളും അതിനെക്കുറിച്ച് പറയും. കുറെ കഴിയുമ്പോൾ ആ പരമാർത്ഥ സ്നേഹം ഭഗവാനിൽ ബലപ്പെട്ടു വരും. അത് പ്രേമലക്ഷണമായ ഭക്തിക്ക് കാരണമായി തീരും. ആ ഭക്തി കൊണ്ട് വർദ്ധിച്ചു വന്നാൽ ശരീരത്തിൽ രോമാഞ്ചാദികളായ അടയാളം, കണ്ണുനീര്, ഇതൊക്കെ ഉണ്ടാവാൻ കാരണമാകും. സ്മരന്ത സ്മാരയന്തശ്ച മിഥോഘൗഘഹരം ഹരിം ഭക്ത്യാ സംജാതയാ ഭക്ത്യാ ബിഭ്രത്യുത്പുളകാം തനും. സ്മരന്ത സ്മാരയന്തശ്ച മിഥോഘൗഘഹരം ഹരിം ഭക്ത്യാ സംജാതയാ ഭക്ത്യാ ബിഭ്രത്യുത്പുളകാം തനും. സ്മരന്ത സ്മാരയന്തശ്ച മിഥോഘൗഘഹരം ഹരിം ഭക്ത്യാ സംജാതയാ ഭക്ത്യാ ബിഭ്രത്യുത്പുളകാം തനും. ക്വചിത് രുദന്തി അച്യുതന്തയാ ക്വചിത് ഹസന്തി നന്ദന്തി വദന്തി ലൗകികാ നൃത്യന്തി ഗായന്തി അനുശീലയന്ത്യജം ഭവന്തി തൂഷ്ണീം പരമിത്യനൂഹൃതാഹം. ക്വചിത് ചിലപ്പോൾ, രുദന്തി കരയും, അച്യുത ചിന്തയാ ക്വചിത് ഹസന്തി അച്യുതനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് ചിലപ്പോൾ ഹസന്തി ചിരിക്കും.
ക്വചിത് രുദന്തി അച്യുതചിന്തയാ ക്വചിത് ഹസന്തി നന്ദന്തി ആനന്ദിക്കും വദന്തി അലൗകികാഹ. അലൗകികം ആത്മീയം. ലൗകികമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിക്കും. നൃത്യന്തി നൃത്തം ചെയ്യും. ഗായന്തി പാടും. അനുശീലയന്തി അജം അങ്ങനെ അജനായ ഭഗവാനെ നിത്യമായും ഉപാസിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഭവന്തി ഭവിക്കുന്നു തൂഷ്ണീം പരം ഏറ്റ നിർവൃതാഹ. അപ്പോൾ പരമമായ പദത്തെ പ്രാപിച്ചിട്ട് നിർവൃതമായ തൂഷ്ണീഭാവത്തെ ഉണ്ടാകും. തൂഷ്ണീഭാവം മിണ്ടാതിരിക്കുക, നിശബ്ദമായിരിക്കുക. അപ്പം ഭക്തിയുടെ ഒരു അടയാളം പറഞ്ഞിട്ട് അതിൻ്റെ പാരമ്യത എന്താണെന്ന് പറയാൻ പോവാണ്. ആനന്ദം അധികരിക്കുമ്പോൾ സ്വന്തം ദേഹത്തെക്കുറിച്ച് ഒരു മറന്നുപോകും. ആരെങ്കിലും ദേഹത്തിൽ കൊട്ടിയാൽ അറിയില്ല, കാരണം അതുപോലും മറന്നുപോകും. ഇവര് ലോകത്തുള്ള സാധാരണ മനുഷ്യരെക്കാൾ ഭേദം മാറ്റമുള്ളവരാണ്. ദേഹം ഞാനാണ്, എൻ്റേതാണ് എന്ന് ഭാവന ഉള്ളിടത്തോളം അപമാനമുണ്ടാകും, അഭിമാനം ഉണ്ടാകും. ഇത് ഞാനല്ല എന്ന് ധരിച്ചാൽ രണ്ടും ഉണ്ടാവില്ല. അപമാനവുമില്ല, അഭിമാനവുമില്ല. അതുകൊണ്ട് ഈ പരിഹാസാദികളായ ലോകവ്യാപാരത്തെ അവരറിയത്തുമില്ല. തന്നെ നോക്കി ആരെങ്കിലുമൊക്കെ പരിഹസിച്ചാൽ അറിയത്തില്ല, എന്നെയാണോ പരിഹസിച്ചതെന്ന് അറിയില്ല. ഇതൊരു ആനന്ദപ്രദമായ ജീവിതമാണ്. ഇത് പരിഹസിക്കേണ്ട. ഒന്ന് വഴക്ക് പറഞ്ഞാലോ നെറ്റി വിളിച്ചാലോ മതി, നമ്മുടെ ഭാവം അപ്പം മാറും. വീട്ടിലുള്ളവർ തന്നെ നിമിഷങ്ങൾക്ക് നമ്മുടെ ഭാവത്തെ മാറും. ഈ അവസ്ഥ മാറ്റിയെടുക്കാനാണ് ഈ കഥകൾ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടേരിക. അതുകൊണ്ട് ഭഗവാനെ മാത്രമല്ല, ലോകത്തെ പോലും അവർ കാണത്തില്ല, ഒന്നിനെയും കാണുന്നില്ല. അതുകൊണ്ട് അവരെ അലൗകികന്മാർ എന്ന് വിളിക്കും. ലോകത്തിൽ നിൽക്കുന്നവരല്ല എന്നർത്ഥം. ആ ഭഗവത് സ്വരൂപത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് അവരെ ഈ സുഖം അനുഭവിക്കാതിരുന്ന മറ്റുള്ള മൂഢന്മാരെ കുറിച്ച് ആലോചിച്ച് കരയും. കാരണം ഇവർക്കിതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന്. ചിലപ്പോൾ മായാവേഷം ധരിച്ച ഭഗവാന്റെ ആ ശ്രീകൃഷ്ണ സ്വരൂപത്തെ, നെയ്യും പാലും കവർന്നു കൊണ്ടുപോകുന്ന സ്വരൂപത്തെ, ഗോപസ്ത്രീകളെ സ്വാധീനിപ്പിച്ച് തന്നിൽ മയക്കി ലയിപ്പിക്കുന്ന ഭഗവത് സ്വരൂപത്തെ ഒക്കെ ആലോചിച്ച് ചിരിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊടുക്കും. ചിലപ്പോൾ ഈ ലീലകളെ കുറിച്ച് ആലോചിക്കും, എന്തിനാ ഇങ്ങനെ പറഞ്ഞത്. ഇനിയും ഭഗവാനുമായി തന്മയം പ്രാപിച്ചിട്ട് ഈ ഭാവങ്ങളൊക്കെ സ്വയം അഭിനയിച്ച് കാണിക്കും. ശാന്തസ്വരൂപനായ ഭഗവാന്റെ കേശാദിപാദങ്ങളെ അങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭഗവാനുമായി ഐക്യം പ്രാപിച്ചിട്ട് ആനന്ദസമുദ്രത്തിൽ മുങ്ങി ബാഹ്യവ്യാപാരങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നവരാകും. ഈ ജന്മം തന്നെയാണ് ജന്മം. ഇതുതന്നെയാണ് മായാസന്തരണം. എങ്ങനെ മായയെ മറികടക്കാം എന്നതിന് മറുപടി പറഞ്ഞ് ഉപസംഹരിക്കാം. ക്വചിത് രുദന്ത്യച്യുതചിന്തയാ ക്വചിത് ഹസന്തി നന്ദന്തി വദന്ത്യലൗകികാം നൃത്യന്തികായന്ത്യനുശീലയന്ത്യജം ഭവന്തി തൂഷ്ണീം പരമേത്യ നിവൃതാം. ക്വചിത് രുദന്ത്യച്യുതചിന്തയാ ക്വചിത് ഹസന്തി നന്ദന്തി വദന്ത്യലൗകികാം നൃത്യന്തികായന്ത്യനുശീലയന്ത്യജം ഭവന്തി തൂഷ്ണീം പരമേത്യ നിവൃതാഹം. ഇതി ഭാഗവതം ധർമാൻ ശിക്ഷൻ ഭക്ത്യാം തദുത്ഥയാം നാരായണ പരോമായാം അഞ്ജസ്തരതി ദുസ്തരം. ഇത് ഇങ്ങനെ ഭാഗവതാൻ ധർമാൻ, ഭഗവാന്റെ പ്രീതിക്ക് ഉപകരിക്കുന്ന ധർമ്മങ്ങളെ, അതിനാണല്ലോ ഭാഗവത ധർമ്മം എന്ന് വിളിക്കുന്നത്. ശിക്ഷൻ അഭ്യസിച്ചുകൊണ്ട്, ഭക്തിയാ ഉണ്ടാകുന്ന ഭക്തിയാൽ, തത് ഉദ്ധയ അതുകൊണ്ടുണ്ടാകുന്ന ഭക്തിയാൽ, നാരായണപരോ നാരായണപരനായി തീർന്നിട്ട്, മായാം അഞ്ജഹ
തരതി. മായയെ അഞ്ചഹ എന്ന് വെച്ചാൽ സുഖമായി, അനായാസമായി, ഒരു വിഷമവുമില്ലാതെ. അഞ്ചഹ തരതി, തരണം ചെയ്യാം. ദുസ്തര, ദുസ്തരമായ മായയെ ഇങ്ങനെ തരണം ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഈ ചോദ്യത്തിന് മറുപടി ഉപസംഹരിക്കാൻ ഇവിടെ ഭാഗവത ധർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ഉത്കൃഷ്ടമായ ഭക്തി ഉണ്ടാകും. ഈ ഭക്തി ക്രമേണ വളർന്ന് വളർന്ന് പരമാനന്ദ സ്വരൂപമായി പരിണമിച്ച് ഭഗവാനോട് ഐക്യം പ്രാപിക്കും. ജനനമരണത്തിന് വിഷയമാകാത്ത ആ ഭഗവാനോട് ഐക്യം പ്രാപിക്കുന്നതിൻ്റെ പേരാണ് മായാ സന്തരണം എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു. നാരായണപരോ മായാം അഞ്ചഹത്തരതി ദുസ്തര. അങ്ങനെയാണ് ദുസ്തരമായ മായയെ എന്ത് ചെയ്യണം? മറികടക്കണം. ജന്മമരണങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നതാണ് മായ. ജനിക്കുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, കർമ്മം ചെയ്യുന്നു, മരിക്കുന്നു. ഇത് മായ. അതിനെന്ത് ചെയ്യണം? മറികടക്കണം. അതിനെ സന്തരണം ചെയ്യണം. അതിന് സാക്ഷാൽ ഭഗവാനെ തന്നെ എന്ത് ചെയ്യണം? സർവാത്മനാ ശരണം പ്രാപിക്കണം. അതാണ് എളുപ്പവഴി. കടക്കാൻ കഴിയാത്ത മായയെ ഇങ്ങനെ, ദുസ്തരമായ മായയെ ഇങ്ങനെ തരതി തരണം ചെയ്യുന്നു, മറികടക്കുന്നു. ആർക്കും ഇത് കഴിയും എന്നർത്ഥം. ബലാത്കാരേണ ഇന്ദ്രിയങ്ങളെ അടക്കാൻ പറ്റില്ല. തല്ലുകൊടുത്ത്, വഴക്കു പറഞ്ഞ്, കെട്ടിയിട്ട്, അടിച്ച് ഒന്നും ഒരു ഇന്ദ്രിയത്തെയും അടക്കി നിർത്താൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കുട്ടികളെയൊക്കെ വേണേൽ കുറച്ച് സമയത്തൊക്കെ പേടിപ്പിച്ച് അടക്കി നിർത്തും. അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് സഗുണമായ ഈശ്വര സ്വരൂപത്തെ നന്നായി പ്രാപിക്കുന്നതാണ് ആദ്യത്തെ പടി, ഘട്ടം. അത് സുഖമാണ്. അടുത്ത ഘട്ടം അത് കേൾക്കുക. പിന്നത്തെ ഘട്ടം കേൾപ്പിക്കുക. കണ്ണിനെ കാണണം എന്നുള്ളതിനെ കാണിക്കാൻ മനസ്സാണ് പ്രേരിപ്പിക്കുന്നത്. കാണിക്കണം, കാണിക്കണ്ട, വേണം, വേണ്ട എന്ന് മനസ്സാണ് നിശ്ചയിക്കുക. ആ മനസ്സ് ഭഗവത് സ്വരൂപത്തിലേക്കാണെങ്കിൽ വേണ്ടതേ കാണുള്ളൂ, വേണ്ടാത്ത കാണില്ല. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇങ്ങനെ എന്ത് ചെയ്യാം? സ്പഷ്ടമാക്കി നമുക്ക് ഉപകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഭഗവത് സ്വരൂപത്തിൽ ഒന്നിൽ മാത്രം ലയിച്ചെന്ന് പ്രയാസം കൂടാതെ എത്തേണ്ട ദിക്കിലെത്താം. ഇതാണ് മായയെ മറികടക്കാനുള്ള വഴി എന്ന് പ്രബുദ്ധൻ എന്ന മഹായോഗി രാജാവിനോട് ഉപദേശിച്ചു. ആ ഉപദേശം അവിടെ പൂർണ്ണമാക്കുക. ഇതി ഭാഗവതൻ ധർമാൻ ശിക്ഷൻ ഭക്ത്യാ തദുദ്ധയാം നാരായണ പരോ മായാമഞ്ജസ്തരതി ദുസ്തരാം. ഇതി ഭാഗവതൻ ധർമാൻ ശിക്ഷൻ ഭക്ത്യാ തദുദ്ധയാം നാരായണ പരോ മായാമഞ്ജസ്തരതി ദുസ്തരാം. അങ്ങനെ ആ ചോദ്യത്തിന് മറുപടിയോടെ ഉപസംഹരിച്ചു. അടുത്ത ചോദ്യം നമുക്ക് അടുത്ത ദിവസം ചോദിക്കാം. യദുവിനെ കൊണ്ട് അടുത്ത ചോദ്യം ചോദിപ്പിച്ചിട്ട് പിപ്പലായൻ എന്ന ഋഷിയന് മറുപടി പറയുകയും ചെയ്യുന്നു. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റാം. നമ്മുടെ സമയം ഏതാണ്ടായിരിക്കുന്നു. 26ാമത്തെ ശ്ലോകമേ ഞങ്ങളുടെ പുസ്തകത്തിൽ മനോവാക് കർമ്മം സാർ വായിച്ച കായം 27 26 മനോവാക് കർമ്മദണ്ഡം സത്യം ശമദമാവി. എന്താ കർമ്മദണ്ഡം എന്നാണ്? കർമ്മദണ്ഡം എന്നാണ്. അല്ലല്ല, മനോവാക്ക് കഴിഞ്ഞാൽ പിന്നെ കായം തന്നെ വേണം. മനസ്സ്, വാക്ക്, ശരീരം, ഇത് മൂന്നും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അവിടെ കർമ്മം വരില്ല.
ഇനി ആർക്കെങ്കിലും ഉണ്ടോ സംശയങ്ങൾ? ഇല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ. നന്ദി, നമസ്കാരം. എനിക്ക് ഓഫാകുന്നില്ല.